എല്ലാവർക്കും രത്നാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾക്കിന്ന് പല്ലിക്കോര എന്ന് പറഞ്ഞ മീനാണ്. അവിടേക്ക് എന്താ പറയുക, വെള്ളക്കുട്ടൻ അങ്ങനെ എന്തൊക്കെ പേരുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ ശരിക്കുള്ള പേരുകൾ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പേരുകളൊന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അറിയില്ല. അപ്പം ഞാനിത് ഇത്തിരി വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെ, വറക്കാൻ വേറെ ഒന്നുമില്ല കേട്ടോ. മുളക് പൊടി, ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊന്നും ആക്കിയിട്ടില്ല. മുളക് പൊടി, ചെറിയ ഉള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ. ഇത്ര ആക്കിയിട്ട് ഞാനിതിൽ വറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരട്ടി വയ്ക്കുകയാണ്. ഇങ്ങനെ പരട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ കുളിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഞാനിത് വറക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ വറക്കുന്നില്ല, മുളകൊക്കെ ഒന്ന് പിടിച്ചിരിക്കട്ടെ. നിങ്ങൾ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടല്ലേ ചെയ്യുക? മിക്കവാറും എല്ലാവരും വെളുത്തുള്ളിയൊക്കെ ചേർക്കും, പക്ഷേ ഞാൻ ചിലപ്പോൾ ചേർക്കാറുണ്ട് കേട്ടോ. അയിലയിലൊക്കെ ചേർക്കാറുണ്ട്. ഇതിൽ എനിക്കറിയില്ല, ഞാനിതിൽ ചേർത്തില്ല. എന്തായാലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ അത്ര വലിയ പരിചയമില്ല. പിന്നെ ഇതിലങ്ങനെ മുളകൊക്കെ തേച്ചങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ, നല്ല എരിവുള്ള മുളകായതുകൊണ്ട് നല്ല എരിവുണ്ടാവും, കാശ്മീരി ഒന്നല്ല. ഇനി ബാക്കി നമ്മൾ 2 കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഇടണം. പിന്നെ തേങ്ങയിൽ മല്ലിപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 കപ്പ് തേങ്ങയും കൂടി ഞാൻ അരച്ച് വെച്ചതാട്ടോ. അപ്പം ഞാനത് ഇവിടേക്ക് കാണിക്കും, താഴേക്ക്. ഇതിൽ വെള്ളം മാറ്റിക്കളയട്ടെ മാറും. ഓഫ് ചെയ്തു. ഞാൻ തേങ്ങ വെറുതെ അരച്ചതാട്ടോ. പിന്നെ ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്, കുടംപുളി ഇട്ടിട്ടുണ്ട്. ശകലം പുളിയും ചേർക്കണം, ഉപ്പും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് കലക്കിയിട്ട് നമുക്കിത് ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പിൽ വയ്ക്കാം. ഇറ്റി കഴിയുമ്പോൾ കരിവേപ്പില ഇടുക, വെളിച്ചെണ്ണ ഒഴിക്കുക. അത്രേ ഉള്ളൂ പണി, ഇത്രയേ ചെയ്യുന്നുള്ളൂ. മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ചു. ഇതിൽ ഒന്ന് കലക്കി. പിന്നെ ചിലരൊക്കെ മീനൊക്കെ തിളച്ച് വെള്ളമൊക്കെ നമ്മൾ ആദ്യം തന്നെ അരപ്പൊക്കെ ചേർത്ത് നല്ലോണം വെട്ടി തിളച്ച് കഴിഞ്ഞിട്ടാണ് മീനിൻ്റെ കഷ്ണം പെറുക്കിയിടുന്നത്. ഞാൻ അങ്ങനെയല്ല ചെയ്യണം, എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്യാസ് കത്തിക്കാം. കത്തിച്ചു വെച്ചു. ഇനി കൈ കഴുകിയിട്ട് ഞാൻ ഉപ്പിടാം. ഗ്യാസൊക്കെ കാണിച്ചെടുക്കാം, ഇതെന്നെ കാണിച്ചാൽ മതി. ഇതാ കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ. ഇനി നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇടാം, വേണോ വേണ്ടേ നോക്കിയിട്ട് ഇടാം. ഞാൻ എന്താ ഇടാനുള്ള പുളി ചേർക്കണല്ലേ, ഇത്തിരി പുളിയും കൂടി ചേർക്കാം. ഓഫ് ചെയ്തു. അപ്പോൾ ഇതാ ഞാൻ പുളി ഞാനിത്തിരി ഒഴിക്കാം കേട്ടോ. കുടംപുളി ഉള്ള കാരണം കുറച്ച് ഒഴിച്ചാൽ മതി, വേണോ നോക്കിയിട്ട്. ഇവിടെ ഒരുപാട് പുളിയൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള പുളി. വേറൊന്നും ചേർക്കാനില്ല, ഇപ്പം അത്രയും മതി. ഇത് നമുക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും മാത്രമേ, ഞാൻ വേറൊന്നും ഇതിൽ ചെയ്യണില്ല കേട്ടോ. ഇതാ മീൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്തിരി കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മതി കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കിയാൽ അതേമാതിരി വെളിച്ചെണ്ണ ഒഴിക്കാം. എൻ്റെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും ഏകദേശം. നമ്മൾ മീൻ വല്ലാതെ കുത്തി ഇളക്കരുത്, അപ്പോൾ ഉടഞ്ഞു പോകും. ചുറ്റിച്ചാലും മതി, ചട്ടി കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പതുക്കെ ആക്കണുള്ളൂ, അതുകൊണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല. അധികം വെള്ളത്തോടു കൂടിയല്ല കേട്ടോ ഇവിടെ അങ്ങനെ വെക്കണേ. ഇതിലും കട്ടിയിലാണ് വെക്കാറുള്ളത്. ചിലപ്പോൾ ഇത്തിരി വെള്ളത്തിൽ വയ്ക്കും.
പിന്നെ കുറേ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ കട്ടിയിൽ തന്നെ വയ്ക്കാം. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, ഉപ്പുണ്ടോ മുളകുണ്ടോ ഒക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് ഇത്തിരി കുറവുണ്ട്. ഇല്ല, ഉണ്ട്. ഓക്കെ. അപ്പോൾ അതാ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ. ഓക്കിനാട്ടോ ഇപ്പോൾ തലയും 1-2 കഷ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ശരിയാക്കണം. ഇത് നമുക്കുള്ളത് വറുക്കാണ്ട ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അത് മീനെല്ലാം മറിച്ചിട്ടു. ഇപ്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പം ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റെഡിയാവും കേട്ടോ. താങ്ക് യു സോ മച്ച്.